നമ്മൾ രാവിലെ തന്നെ ഇതാ നമ്മുടെ പ്ലാന്റിൽ നിന്ന് വണ്ടി എടുക്കുന്നുണ്ട്. നമ്മളിതാ ഉപ്പള ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടി ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പള ഫ്ലൈ ഓവർ 2 ഭാഗങ്ങളും ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട്. ഇതേ ബസ് സ്റ്റാൻഡൊക്കെ താഴെ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ബ്ലോക്കിലും കാര്യങ്ങളൊന്നും കുടുങ്ങി നമ്മളിങ്ങനെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിതേ ഫ്ലൈ ഓവർ കടന്നു നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് കറന്തക്കാട് ഭാഗത്തായിട്ട് സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് പണിക്ക് ഇറങ്ങിയതാണ്, വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പൊ രാവിലെ തന്നെ ഇത് നമ്മുടെ എമസം വണ്ടിയിലാണുള്ളത്. അപ്പൊ നമ്മുടെ കാസർഗോഡ് കടന്തക്കാട് ഫ്ലൈ ഓവറിന്റെ അടിയിലായിട്ട് ഇപ്പൊ ടാറിംഗ് വർക്ക് നടക്കുകയാണ് നമ്മുടെ സർവീസ് റോഡിന്റെ. അപ്പൊ നമ്മുടെ ഓരോ മിക്സ് വണ്ടികളൊക്കെ ഇതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ എമസൺ അടിച്ച് പോവാണ്. അപ്പൊ പഴയൊരു വണ്ടിയാണ് കേട്ടോ, നമ്മുടെ ടാറ്റയുടെ പണ്ടത്തെ ഒരു SC വണ്ടി. നമ്മുടെ ടിപ്പർ വണ്ടി ആയിരുന്നത്. ടിപ്പറിന് ലിവറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി നമ്മുടെ എമസൺ വണ്ടിയൊക്കെ മാറ്റിയതാണ്. അപ്പൊ നമ്മുടെ സർവേയർമാരൊക്കെ ഇതാ ലെവലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലായി JCB വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവർ ഒരു സൈഡിൽ നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പാലത്തിന്റെ മുകളിൽ കൂടി ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. മൊത്തത്തില് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എമസൺ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ടാറിങ്ങിന്റെ പരിപാടി ഇതാ ഇവിടെ നല്ല അടിപൊളിയായി നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ സർവീസ് കൊടുത്താൽ ഇത്രത്തോളം ടാർ ചെയ്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ പിന്നിലായിട്ട് റോളറും TTRൊക്കെ ഇതാ അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ JCB ഈ കട്ട് ചെയ്യുന്ന ഇവിടം വരെയാണ് നമുക്ക് സർവീസ് റോഡിൻ്റെ ടാറിങ് ചെയ്യേണ്ടത്. വണ്ടികളൊക്കെ ഇതാ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ പൈപ്പിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതാ പൈപ്പ് അടിച്ചടിച്ച് പോകുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ പരിപാടി മൊത്തം ഫൈനൽ ലെവലിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 2ാം ഘട്ടം ടാറിങ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വർക്കേഴ്സൊക്കെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എമസൺ വണ്ടി. നമ്മുടെ ടാറ്റയുടെ പഴയ SC വണ്ടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും എമസൺ അടിച്ചതാ ഈ ഭാഗമൊക്കെ ക്ലിയർ ആക്കണം. എന്നാലേ നമ്മുടെ ടാറിങ് ബാക്കി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എമസനൊക്കെ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് ഇത് നമ്മുടെ അടുത്ത സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എമസൺ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെ, നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകണം. നമ്മുടെ ടോറസിലോട്ട് പോകണം. ഇവിടെയൊക്കെ നമ്മുടെ ജാക്കികളും ഷട്ടറൊക്കെ പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ എമസനൊക്കെ അടിച്ചു. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കൊണ്ടുവച്ചത് നമ്മൾ വീണ്ടും നമ്മുടെ ടോറസിലെത്തിയിട്ടുണ്ട്. കൂടെ എപ്പം നമ്മുടെ ബിബിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പള പാലത്തിൻ്റെ അടുത്ത് നിന്നായിട്ട് മണ്ണെടുത്ത് സൈഡിൽ ബേമിനൊക്കെ അടിക്കുകയാണ്. ഇവിടെ സൈഡിലായിട്ട് ഇതേ വാളിൻ്റെ കോൺക്രീറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ മണ്ണെടുക്കുന്നത്. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഒരു വൈബ് കാഴ്ച തന്നെയാണ്, മൊത്തം മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ബൂമ്പമ്പ് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ ഇങ്ങനെ മണ്ണ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുധീഷ് ആടൻ്റെ ഇറ്റാച്ചാണ് കേട്ടോ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ എടുത്തു മാറണം. അതേപോലെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് കുമ്പള പാലാണ് കേട്ടോ. സൈഡിലൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നമുക്കിനി അടുത്ത് മണ്ണ് ലോഡ് ചെയ്യേണ്ട സ്ഥലം നേരെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ നമ്മളെ സൈഡ് വാളിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ മണ്ണൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ഇറ്റാച്ച് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ 2ാമത് മണ്ണെടുക്കാൻ വരുന്നത് ഇതുവഴി ഇറങ്ങിപ്പോയി പാലത്തിൻ്റെ അടിയിലൂടെ പോകണം.
സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അപ്പോൾ വിഷുവിൻ്റെ ലീവൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ നമ്മൾ ഇന്നാണിപ്പോൾ വീണ്ടും സൈഡിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവർ ഓപ്പൺ ആയിട്ടുണ്ട്. കാസർഗോഡ് ഫ്ലൈ ഓവർ ഒരു സൈഡാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. ഇപ്പം മറുവശത്തായിട്ട് ചെറിയ വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി ഇപ്പം വണ്ടികളിങ്ങനെ ഓടി തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ മാറ്റം തന്നെയാണ്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് മണ്ണിൻ്റെ പരിപാടിയാണ്. അപ്പം നമ്മൾ മണ്ണ് ലോഡ് ചെയ്തത് ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. നേരെ സിറിയ പാലത്തിൻ്റെ അടുത്തായിട്ട് വേമിൻ്റെ സൈഡിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. പുറത്ത് നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ സിറിയ പാലത്തിനടുത്തായിട്ട് ഇതേ മണ്ണിങ്ങനെ തട്ടി വരികയാണ്. ഇവിടെയൊക്കെ വേമിന് മണ്ണിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം പണി തന്നെയാണ്. ഇവിടെ ഇത് നമ്മുടെ ചെറിയൊരു ഇറ്റാച്ചി ഇതൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് തട്ടിക്കഴിഞ്ഞ് വീണ്ടും എടുക്കാൻ വേണ്ടി പോകണം. JCB ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ലെവൽ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഇത്രയും വലിയൊരു ഡൈവേഷൻ വരാൻ കാരണം നമ്മുടെ പഴയ പാലം അങ്ങനെ തന്നെ ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ വീണ്ടും കുമ്പള പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത്ര നേരം ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ഇറ്റാച്ചി ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇറ്റാച്ചി നേരെ ഇതുവഴി താഴെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇറ്റാച്ചിയുടെ അടുത്ത് പോയിട്ട് വേണം അടുത്ത മണ്ണ് ലോഡ് ചെയ്യാൻ. അപ്പം നമ്മളിങ്ങനെ കുമ്പള പാലത്തിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. കുമ്പള പാലത്തിൻ്റെ അടുത്തായിട്ട് നല്ല സമൃദ്ധിയായിട്ടുള്ള ഇഷ്ടംപോലെ കണ്ടൽക്കാടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് വരുന്നത് ഈ കുമ്പള പാലത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കുമ്പള പുതിയ പാലം. പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി വരുന്നുണ്ട്. നമ്മുടെ പില്ലറിൻ്റെ കളറ് നീലയാണ് കേട്ടോ. കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെതും നീലയാവാനാണ് സാധ്യത. പിന്നെ അവിടെ ഇപ്പോൾ കുറേ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ വരാനുണ്ട്. ഇതേ നല്ല അടിപൊളി കണ്ടൽക്കാട് ഇവിടെ കാണാം. നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടിയിലൂടെ പോവാണ്. രണ്ട് വലിയ ഭീമാകരമായ പാലമാണ് ഇവിടെ കേട്ടോ. സെൻട്രലായിട്ട് ഗ്യാപ്പുണ്ട്. ഇപ്പം നമ്മുടെ ഇറ്റാച്ചി പോയ വഴി നമുക്ക് ഇവിടെ കാണാം. ഇതിലൂടെയൊക്കെ ഇങ്ങനെ നിരങ്ങി മൂപ്പറങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദൂരെയായിട്ട് മൂപ്പറ് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. നല്ല തണലൊക്കെ ആയിട്ട് ഒരു മരമൊക്കെ ഉണ്ട്. തൊട്ടടുത്തായിട്ട് ഇതേ റെയിൽവേ ട്രാക്കും കാണാം. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഇറ്റാച്ചി മുകളിൽ കയറ്റാനാണോ അതോ മണ്ണ് അടിയിൽ കൂട്ടിയിട്ടിട്ട് കോരാനാണോ എന്നറിയില്ല. എന്തായാലും ഇഷ്ടംപോലെ കേബിളൊക്കെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷ് ചേട്ടൻ്റെ ഐഡിയ എങ്ങനെയാണെന്നുള്ള മനസ്സിലായിട്ടില്ല. എന്തായാലും മൂപ്പറിങ്ങനെ മുകളിൽ നിന്ന് മണ്ണ് കട്ട് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലോഡുമായി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ താഴെയായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ സൈഡിൽ ഇതാ മൊത്തം വേമിന് ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രത്തോളം മണ്ണിട്ട് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേ റോഡിനടുത്തായിട്ട് മൊത്തം ഫില്ലാക്കി പോകണം. നമ്മുടെ താറിങ്ങിൻ്റെ തിക്നെസ് ഒക്കെ ഇതാ ഇവിടെ നോക്കിയാൽ കാണാം. അത്യാവശ്യം നല്ല തിക്നെസ് തന്നെയാണ് നമ്മുടെ താറിങ്ങുള്ളത്. ഇപ്പോൾ റോഡ് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഇവിടെയൊക്കെ മണ്ണിട്ട് നല്ല അടിപൊളിയാക്കി റോളറൊക്കെ അടിച്ച് സെറ്റാക്കി വരണം.
അപ്പോൾ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത മണ്ണ് ഇതേ ഇവിടെ കൊണ്ടുപോയിട്ട് മൊത്തം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് കൂട്ടുകയാണ്. അപ്പോൾ നമ്മുടെ JCB ആവശ്യമുള്ള മണ്ണൊക്കെ കോരി ഇവിടെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിറിയ പാലം പഴയ പാലം അതേപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതേ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഡൈവേഷൻ വന്നിട്ടുണ്ട്. ഈ ഡൈവേഷനൊക്കെ ഇനിയിപ്പോൾ മൊത്തം മണ്ണൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുക്കും. അപ്പോൾ മണ്ണൊക്കെ തട്ടി നമ്മുടെ വണ്ടി ഇതേ വരുന്നുണ്ട് കേട്ടോ. അപ്പം മണ്ണൊക്കെ തട്ടി ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സാരഥി ഇതേ നമ്മുടെ ബിബിയാണ് നമ്മുടെ ഇന്നത്തെ പൈലറ്റ്. അപ്പം നമ്മൾ വീണ്ടും കുമ്പളപ്പാലത്തിൻ്റെ അടിയിലോട്ട് പോവുകയാണ്. കുമ്പളപ്പാലത്തിൻ്റെ അടുത്ത് നിന്ന് നേരെ ഷിറിയ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ മണ്ണ് തട്ടുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ റോഡ് എല്ലാം ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടാണുള്ളത്. വണ്ടിയൊക്കെ നല്ല ചീറിപ്പാഞ്ഞാ പോകുന്നത്. പോവാ ഓ അത് പോകാൻ വെച്ചിട്ട് ഇപ്പോൾ വണ്ടികളൊക്കെ നല്ല അടിപൊളി ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. ആക്സിഡന്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഷിറിയ പാലം പഴയ പാലം ഇപ്പോൾ നിലവിൽ ടെമ്പററി ആയിട്ട് ബ്ലോക്കായിട്ടാണുള്ളത്, അടച്ചിട്ടാണുള്ളത്. അവിടെ ഇപ്പോൾ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഡൈവേഷൻ്റെ പ്രവൃത്തികളാണ് നടക്കുന്നത്. മൊത്തം മണ്ണിട്ട് റെഡിയാക്കേണ്ട പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ കോൺക്രീറ്റ് വർക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇവിടെയൊക്കെ മൊത്തം കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്താ പരിപാടി എന്നറിയില്ല. അതേപോലെ ഇതേ ഇവിടുന്ന് കടലൊക്കെ കാണാൻ നല്ല അടിപൊളി കാഴ്ച തന്നെയാണ്. പക്ഷെ വെയിൽ സഹിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പാലത്തിൻ്റെ മറുവശത്തായിട്ട് ഇതേ ഇവിടെയും ഡൈവേഷൻ്റെ കോൺക്രീറ്റ് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മോൾഡൊക്കെ നമ്മുടെ വർക്കേഴ്സ് ഇങ്ങനെ അടിച്ചു പോവുകയാണ് കേട്ടോ. ഇതേ ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഷട്ടറൊക്കെ അടിച്ചു പോകുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ മണ്ണെടുക്കാൻ വേണ്ടി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുമ്പളപ്പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ടോൾ ബൂത്ത് വരുന്നുണ്ട്. ടെമ്പററി ആയിട്ടുള്ള ടോൾ ബൂത്താണ്. അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ടോൾ ബൂത്താണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ റീച്ചിൽ ഫസ്റ്റ് ടോൾ ബൂത്ത് വരുന്നത്, അതായത് നമ്മുടെ തലപ്പാടിയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്ന ഫസ്റ്റ് ടോൾ ബൂത്ത് പെരിയ ആ ഏരിയയിലോട്ടാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് ഈ കുമ്പള പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ടോൾ ബൂത്ത് വരുന്നത്. അത് ടെമ്പററി ആണ് കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, നമ്മുടെ സൈഡ് വാളിൻ്റെ വർക്കിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ തകർച്ചയായി നടക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കുമ്പള പാലത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ കുറേ മാർക്കൊക്കെ ഇട്ട് വെച്ച് കാണാം. ഇവിടെ ഒരു ടോൾ ബൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് ടെമ്പററി ആയിട്ട് വരുന്ന ടോൾ ബൂത്താണ്. അപ്പം നിലവിൽ പെരിയ ആ ഭാഗത്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് ടോൾ ബൂത്ത് വരേണ്ട സ്ഥലം. അപ്പോൾ ചെർക്കള മുതൽ അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ വർക്ക് തീരാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വർക്ക് തീർന്നതിൻ്റെയും ഭാഗമായിട്ട് ഉള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ടോൾ ബൂത്താണിത്. ഇപ്പോൾ കുമ്പളപ്പാലത്തിനടുത്തായിട്ട് ഇതേ ഇനി മുതൽ ടോൾ ബൂത്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടുന്ന് സൈഡിൽ നിന്ന് മണ്ണിങ്ങനെ കട്ട് ചെയ്ത് കയറ്റുകയാണ്. ഇവിടെയൊക്കെ ഡ്രെയിനേജും അതുപോലെ തന്നെ സൈഡ് വാളൊക്കെ വരാനുണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കുമ്പളപ്പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ വണ്ടി ഇത് താഴെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ചി വിടുന്ന ഇതാ കാര്യമായ ലോഡിങ്ങിലാണ്. ഇനിയിതാ ഒരുപാട് ദൂരം ഈ കാണുന്ന കാട് പിടിച്ച ഏരിയയൊക്കെ ഇനി മൊത്തം ക്ലിയറാക്കി പോകണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഒരു പ്രാവശ്യം കൂടി എമഷൻ അടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയിലെത്തിയിട്ടുണ്ട്. എയർ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർ കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്റ്റാർട്ടിങ് ഇട്ടിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ എയറൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് മെല്ലെ സൈറ്റിലോട്ട് പോവാം. നമ്മുടെ ബയ്യ ഒപ്പമുണ്ട്, ഇതിനൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇതേ മധൂർ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ടാറിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വിഷം വണ്ടിയൊക്കെ നമ്മൾ സൈഡ് കൊണ്ടുവച്ചു. ഇനിയിപ്പം വീണ്ടും നമ്മുടെ മണ്ണ് തട്ടിയുന്ന സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ടോറസ് വണ്ടി ഇതുവഴി ഇപ്പം വരും കേട്ടോ. അപ്പോൾ അതിൽ കയറി വേണം നമുക്ക് നമ്മുടെ സൈഡിലോട്ട് പോകാൻ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാൻ നമ്മുടെ സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇൻ്റർലോക്കിൻ്റെ കട്ടകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ കുമ്പള ഏരിയയിലൊക്കെ ഇതാ ഇൻ്റർലോക്കിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ കട്ടകളിങ്ങനെ ഓരോരോ സെറ്റായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ കുറച്ചായിട്ട് കട്ട പാകിയിട്ടുണ്ട്. എല്ലായിടത്തും നല്ല സ്പീഡിലാണ് ഇപ്പോൾ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കത്ത ദൂരത്തോളം ഇൻ്റർലോക്കിൻ്റെ കട്ടകൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നടന്ന് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോറസിലൊരു ദൂരെയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മണ്ണൊക്കെ തട്ടി നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കയറിയിട്ട് നമ്മുടെ സൈഡിലോട്ട് പോകണം. സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ എമഷൻ ഐ ഡി പരിപാടിയൊക്കെ കഴിഞ്ഞു. മൊത്തം വേർത്ത് കുത്തി ഒലിച്ചു കേട്ടോ. മൊത്തം നല്ല വെയിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മണ്ണ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ഇനി ഡ്രെയിനേജിൻ്റെയും അതുപോലെ തന്നെ ചെറിയ വാളിൻ്റെയൊക്കെ പരിപാടി ഉണ്ട്. നമ്മുടെ ഇറ്റാച്ചി അവിടെയുള്ള മണ്ണൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുമ്പളപ്പാലത്തിൻ്റെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ മരത്തിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മുടെ വണ്ടി വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെയൊക്കെ റെഡിയാക്കണം. ഇവിടെയാണ് കേട്ടോ, ഈ ഏരിയയിലാണ് നമ്മുടെ ടോൾ ബൂത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്താ ഫ്രണ്ടിലായിട്ട് റെയിൽവേ ട്രാക്കൊക്കെ കാണാം, നല്ല ഹൈറ്റിലായിട്ട്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേങ്കിൽ മൊത്തത്തിൽ താഴേക്ക് വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വേസ്റ്റാണ്. ഇവിടെ വേസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇതേ ട്രെയിനൊക്കെ പോകുന്ന കാഴ്ച, മലേൻ്റെ മുകളിലൂടെ ട്രെയിൻ പോകുന്ന പോലെ ഉണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി ലോഡായില്ല. സ്വദേശി ചേട്ടൻ ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് റിസ്ക്കുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. മണ്ണുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ കുമ്പള കോട്ടയൊക്കെ ഇവിടെ കാണാം, നല്ല അടിപൊളിയായിട്ട്. ഈ കോട്ടയുടെ മുകളിൽ കയറിയാൽ കടലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ സ്റ്റോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി പണിയുണ്ട്. വണ്ടിയിൽ ഡീസൽ കുറവാണ്. ഇനിയിപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ. നമ്മുടെ JCBയും ഇറ്റാച്ചിയും റോളറൊക്കെ ക്രെയിനും വെള്ളം വണ്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ നേരെയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വർക്ക് കഴിഞ്ഞ് പോയി. അപ്പോൾ നമുക്ക് മാത്രമേ ഇന്ന് നൈറ്റ് വർക്ക് ഉണ്ട് കേട്ടോ.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ഇത് നമ്മളെ ഉപ്പളയാണ് കേട്ടോ. ഫ്രണ്ടിൽ കാണുന്ന ദേ ഈ ഭാഗങ്ങളാണ് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിലേക്ക് കയറുന്ന ഭാഗം. അപ്പോൾ ഉപ്പള ഫ്ലൈ ഓവർ 2 ഭാഗങ്ങളും ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. വണ്ടികളൊക്കെ ഇതുവഴി നല്ല ചീറിപ്പാഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹൈവേയിലോട്ട് പോകുന്ന വണ്ടികളൊക്കെ ഇപ്പോൾ ഫ്ലൈ ഓവർ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പള താഴെയൊക്കെ ടൗണിലൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ. വണ്ടികളൊക്കെ ഇതാ നേരെയായിട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്ലൈ ഓവർ അവസാനിച്ചു. അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ഉപ്പള ടൗണ് കടന്നു വന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള മെയിൻ റോഡ് ചില സ്ഥലങ്ങളിൽ, അതായത് കാസർഗോഡ് ഫ്ലൈ ഓവർ 1 സൈഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളും മൊത്തത്തിൽ ഓപ്പൺ ആക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വെച്ചെടുത്ത് കീറി ഇളകി പോകാം ഒരു തരത്തിൽ. റോഡൊക്കെ നല്ല നീണ്ട് നിവർന്ന് അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭാഗികമായിട്ട് ഇടയ്ക്കിടെ ബ്ലോക്ക് ആക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതുള്ള ലൈനൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്.